ഗരുഡപുരാണം അധ്യായം 3. ശ്രീമദ് ഗരുഡപുരാണത്തിന്റെ മഹാത്മ്യം മുഴുവൻ ആർക്കും വർണ്ണിക്കാൻ കഴിയുന്നതല്ല. കടലിനെ കൈക്കുമ്പിളിൽ ഒതുക്കാൻ കഴിയുമോ? ഹിമാലയത്തെ ചൂണ്ടുവിരൽ കൊണ്ട് ഉയർത്താൻ പറ്റുമോ? സൂര്യനെ കേവലം ഒരു സരോവരത്താൽ ബന്ധിച്ചിടാൻ കഴിയുമോ? ഇതിനേക്കാളെല്ലാം പ്രയാസകരമാണ് ഗരുഡപുരാണത്തിന്റെ സാരവും സത്തും വർണ്ണിക്കുക എന്നത്. മഹാവൃക്ഷങ്ങളുടെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന വേരുകൾ അദൃശ്യമാണ്. പക്ഷെ അവ വളവും ജലവും എത്തിച്ചു വിടർത്തുന്ന പൂക്കൾ ദൃശ്യഭംഗിയുടെ കാണപ്പെട്ട തെളിവുകളാകുന്നു. ഗരുഡപുരാണം പല മഹാത്മാക്കളുടെയും മാമുനിമാരുടെയും നാവുകളിലൂടെയാണ് കാലദേശങ്ങളുടെ അതിർവരമ്പുകൾ തകർക്കുന്നത്. എങ്കിലും സൂതൻ ഗരുഡപുരാണം എങ്ങനെ തലമുറകളിലേക്ക് പകർന്നു കിട്ടിയെന്ന് വ്യക്തമാക്കുന്നു. അല്ലയോ ശൗനക, ഗരുഡപുരാണം വ്യാസമുനി രുദ്രനിൽ നിന്നും ബ്രഹ്മാവിൽ നിന്നും പരബ്രഹ്മസ്വരൂപനായ വിഷ്ണുവിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയതാണ്. അങ്ങനെ ത്രിമൂർത്തികളുടെ നാവുകൾ മധുരം പുരട്ടിയതാണ് ഉത്കൃഷ്ടമായ ഈ പുരാണം. വ്യാസമുനിയാണ് സൂതനായ എന്നോട് ഈ കഥ പറഞ്ഞത്. ഗരുഡപുരാണം മറ്റു പുരാണങ്ങളിൽ നിന്ന് സാരാംശത്തിൽ മാത്രമല്ല വിവരണത്തിലും വേറിട്ട് നിൽക്കുന്നു. അല്ലയോ ശൗനക, നൈമിഷാരണ്യത്തിൽ ഗരുഡപുരാണ ശ്രവണത്തിനായി ജിജ്ഞാസയോടെ മുനിമാർ സമ്മേളിച്ചിരിക്കുന്നു. അവരുടെ മധ്യത്തിൽ സർഗത്തിന്റെ ആരംഭത്തിൽ ദേവപൂജയോടുകൂടി ഭുവനകോശം, മന്വന്തരം എന്നിവ വിവരിച്ചു കൊടുക്കണം. ഗരുഡപുരാണത്തിന്റെ ഉള്ളടക്കം വ്യത്യസ്തതകളുടെ കേദാരം തന്നെ. പ്രകൃതിയും മനുഷ്യപ്രകൃതിയുമായി ബന്ധപ്പെട്ട സർവവും ഇതിൽ പ്രതിപാദിക്കുന്നു. വർണ്ണാശ്രമധർമ്മങ്ങൾ, ദാനവിധി, ധർമ്മവ്യവഹാരം, വ്രതങ്ങൾ, സംശയങ്ങൾ, നിദാനത്തോടൊപ്പം വേദശാസ്ത്രവിധികൾ, ധർമാർത്ഥകാമ മോക്ഷങ്ങൾ തുടങ്ങിയവയെല്ലാം ഉള്ളടക്കത്തിൽ മാറ്റുകൂട്ടുന്നു. ഗരുഡൻ ഇതെല്ലാം സവിസ്താരം ഗരുഡപുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. അപാരമായ വിഷ്ണുഭക്തിയാണ് ഗരുഡന്റെ ബലവും ചിറകും. അനന്തമായ നീലാകാശത്തിൽ ഭഗവാനെയും വഹിച്ച് സ്വച്ഛന്തം പാറിപ്പറക്കുക, അതിൽ പരം ആനന്ദം മറ്റൊന്നുമില്ല എന്ന് ഗരുഡൻ വിശ്വസിച്ചു. ആ വിശ്വാസം യാഥാർത്ഥ്യമാകാനായിരുന്നു പക്ഷിശ്രേഷ്ഠന്റെ പ്രാർത്ഥനകളൊക്കെ. അത് ഫലിച്ചപ്പോൾ ഗരുഡന് ജന്മസാഫല്യം കിട്ടിയ പ്രതീതിയായി. വിഷ്ണുവാഹനമായി ലോകാന്ത്യം വരെ വാഴ്ത്തപ്പെടുക, അനശ്വര കഥാപാത്രമായി പുരാണങ്ങളിൽ ഉയർന്നു പറക്കുക. അത് സാധ്യമായപ്പോൾ വിഷ്ണുവിനെ ഭക്തിപൂർവം ഗരുഡൻ സേവിച്ചു. ദേവന്മാരെ ജയിച്ച് അമൃത് കൊണ്ടുവരാനും പക്ഷീന്ദ്രന് കഴിഞ്ഞു. ഭഗവാനെ സ്മരിച്ചാൽ സർവ്വ പാപങ്ങളും ശത്രുക്കളും ശമിക്കും. ഏതൊരു ഭഗവാന്റെ ഉദരത്തിലാണോ വിശപ്പ് കൊണ്ട് ബ്രഹ്മാണ്ടം വിരചിക്കപ്പെട്ടത്, അദ്ദേഹത്തെ ധ്യാനിക്കുന്ന മാത്രയിൽ തന്നെ ശത്രുക്കളായ സർപ്പാദികളുടെ വിനാശവും സംഭവിക്കുന്നു. ഗരുഡ മന്ത്രത്തിന് അപാരമായ ശക്തിയുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് കശ്യപ മഹർഷി കത്തിയെരിഞ്ഞ വൃക്ഷം ജീവനുള്ളതാക്കി മാറ്റിയത്. ഗരുഡൻ ആ വിശിഷ്ടമായ മന്ത്രം കശ്യപന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഗരുഡ മന്ത്രത്തിന് തന്നെ ഇത്രമാത്രം സവിശേഷതയും ശക്തിയും ഉണ്ടെങ്കിൽ ഇതുപോലെ എണ്ണമറ്റ മന്ത്രതന്ത്ര സിദ്ധികളുടെ ചൈതന്യം പേറുന്ന ഗരുഡ പുരാണത്തിന്റെ മഹാത്മ്യം വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല. ശ്രീമദ് ഗരുഡപുരാണം വായിക്കുന്ന ആർക്കും സർവവും നൽകാനുള്ള പ്രാപ്തി ഉണ്ടാകും. ഈ പുരാണം മഹാവിഷ്ണു രുദ്രന് ഉപദേശിച്ചു കൊടുത്തതാണ്. അല്ലയോ ശൗനക, ശ്രോതാക്കളായ നിങ്ങൾക്കെല്ലാം അതിൻ്റെ സാരം അല്പം പോലും ചോർന്നു പോകാതെ ഞാൻ ഉപദേശിച്ചു തരാം.